എന്താ തിരുമേനി, എന്താ പ്രശ്നം? മോള് മാറി നിൽക്കൂ, ഇത് അമ്മയുടെ പരീക്ഷണമാണ്. പക്ഷെ ഏത് പരീക്ഷണത്തിനും ഒരു ഉത്തരം കാണുമല്ലോ. ഇതെന്താണ്? ഇത് സ്വർണ്ണക്കട്ടികളാണ്. ഇദ്ദേഹത്തിന്റെ ഭാരത്തിൽ കൂടുതൽ വച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇദ്ദേഹത്തിന് ഭാരം എത്രയെന്ന് അങ്ങേക്കറിയില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കുന്നതിൽ വിരോധമുണ്ടോ? കുഞ്ഞേതാ ഇത്രയും കാര്യമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിൽ വിരോധമുണ്ടോ ഇല്ലയോ അത് പറയൂ. ആയിക്കോട്ടെ. ഒട്ടും വയ്യാലേ? ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായെന്ന് തോന്നുന്നു. അതെ കുഞ്ഞെ, ഒരുപാട് നാളായി. എന്നിട്ടും ഇത്രയും ഭാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. ആട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങേക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അങ്ങൊരു കലാകാരനാണോ? അല്ല. സന്യാസ ജീവിതം നയിക്കുന്ന ആളാണോ? അല്ല. വൈദ്യനാണോ? അല്ല. പിന്നെ അങ്ങേക്കുള്ള കഴിവുകൾ എന്തെല്ലാമാണ്? ആളുകളെ വേട്ടയാടി പണം ഉണ്ടാക്കുന്നവനാണ് ഞാൻ. കൺമുന്നിൽ കണ്ടവരോടൊക്കെ അഹങ്കരിച്ചു, കഴിവുള്ളവരെ കളിയാക്കി, മാനം കെടുത്തി. എന്റെ ഈ അസുഖം അതിനുള്ള ശിക്ഷ തന്നെയാണ്. ഇത്രയും തിരിച്ചറിവുണ്ടായിട്ടും ഇവരോടൊന്നും മാപ്പ് ചോദിക്കാത്തത് എന്താ? ഞാനൊരു കാര്യം പറഞ്ഞാൽ അതൊന്ന് ചെയ്തു നോക്കുമോ? മനസ്സിൽ അഹങ്കാരം ഒട്ടും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ പരിഹസിച്ചവരോട് മാപ്പ് പറയൂ. അത് കഴിഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി ദേവിയെ വണങ്ങും. മോളെ, അഹങ്കാരം കണ്ണി കയറിയപ്പോ നിന്നിലെ കഴിവുകളെ ഞാൻ കണ്ടില്ല. എന്നോട് ഓർക്കണം മോളെ. അരുത്. ജീവിതത്തിന്റെ വ്യാഖ്യാനം നടത്തി അങ്ങേ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവനെന്ന് ഞാൻ കളിയാക്കി. അറിവിനെ മോഷ്ടാവെന്ന് ഞാൻ മുദ്രകുത്തി. അറിവിനെ തോപ്പിക്കാൻ പണം മതിയെന്നായിരുന്നു എന്റെ ധാരണ. അത് അങ്ങ് എന്നോട് പുറത്തു തരണം. എന്നോട് ക്ഷമിക്കണം സ്വാമി. എന്റെ അസുഖം നോക്കാൻ വന്ന അങ്ങേ ഞാൻ തൊഴിച്ചു. ഇപ്പോ എന്റെ കാലുകൾക്കോ മനസ്സിനോ ഒരു ശേഷിയില്ല. അങ്ങ് എന്നോട് പൊറുക്കണം. ഇവിടെ നിൽക്കുന്ന ആരിൽ നിന്നും സുധർമ്മൻ ഒരു പ്രത്യേകതയില്ല. ആരും എന്നേക്കാൾ ചെറുതല്ല, എല്ലാവരും വലിയവരാ. അതെനിക്ക് മനസ്സിലായത് ഈ തിരുനടയിൽ വെച്ച ഈ ബാലികയിൽ നിന്നാണ്. അമ്മേ ഭഗവതി, അടിയനോട് പൊറുക്കണേ. അഹങ്കാരം നിറഞ്ഞ എന്റെ ജീവിതം തിരുത്താൻ അടിയന് അല്പം കൂടി ഒരു ആയുസ് ബാക്കി തരണേ. ഒരിക്കലും ഒരാളെയും ഞാൻ ഇനി ദ്രോഹിക്കില്ല. കുഞ്ഞെ, ഇനിയെങ്കിലും എന്റെ ഈ അർച്ചന അമ്മ സ്വീകരിക്കുമോ? തീർച്ചയായും. അങ്ങ് ഇതിറക്കി വെക്കൂ. ആയിക്കോട്ടെ. കുഞ്ഞെ, അവിടേക്ക് വെച്ചോളൂ. ഇനി എന്തു വെച്ചാ തുലാഭാരം നടത്തുന്നത്? അഹങ്കാരത്തിന് കനമൊഴിഞ്ഞാണ് അവിടുത്തെ ഭർത്താവ് ഇപ്പോഴും ഈ തെറ്റിലിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ തൂക്കത്തിന് അമ്മയുടെ തിരുനെറ്റിയിൽ തൊടുവെച്ച് ഒരു തുളസിയിൽ എടുത്തോണ്ട് വരൂ. ഓ
സ്വർണ്ണക്കട്ടികളെക്കാൾ 10 മടങ്ങ് ഭാരം ചിലപ്പോൾ അതിനുണ്ടെങ്കിലോ? അതും ഒരു പരീക്ഷണമാണ്. ഇനി എന്താണാവോ വേണ്ടത്? അങ്ങ് അവിടേക്ക് ഇരുന്നാലും മഹാമായി അമ്മേ, മഹാമായേ, കുഞ്ഞെ, അവിടത്തേക്ക് എന്താണ് വേണ്ടത്? എന്താണ് ആഗ്രഹം? എനിക്കോ? എനിക്ക് പൊങ്കാല മതി. എവിടെ അയ്യോ എവിടെയാ ബാലിക? സംശയം വേണ്ട, വന്നത് അമ്മ തന്നെയാണ്. സാക്ഷാൽ ആറ്റുകാലമ്മ. അമ്മേ, അമ്മേ ഭഗവതി. അമ്മേ, ഭഗവതി. അമ്മേ ഭഗവതി മഹാമായി ആറ്റുകാലമ്മേ. ആറ്റുകാലമ്മേ, ദേവി. അമ്മേ ആറ്റുകാലമ്മേ. മഹാമായേ, അമ്മേ ഭക്തവത്സല ഭഗവതി ശിവേ, മഹാമായി അമ്മേ, ആറ്റുകാലമ്മേ. വത്സലേ. അമ്മേ ആറ്റുകാലമ്മേ. സുധർമ്മന്റെ കഥ ഇഷ്ടായോ മോൾക്ക്? നമ്മുടെ തൊട്ടു മുൻപിൽ നിൽക്കുന്ന ഒരാൾ നമ്മളെക്കാളും ചെറുതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് ഈശ്വരൻ തന്നിരിക്കുന്നത്. ചിലർ കാണാനും പാടാനും ഉള്ള കഴിവ് കൊടുക്കും. ചിലര് യുദ്ധവീരന്മാരാകും. ചിലര് പണ്ഡിതന്മാരാകും. ചിലര് നല്ല കർഷകന്മാരാകും. എന്തിന്? ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും ആ ജോലിയിൽ പ്രാവീണ്യം കാണും. അവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ അവസാനം സുധർമ്മനെ പോലെ ആയിപ്പോവും. എല്ലാവരും സുധർമ്മനെ പോലെ അല്ലല്ലോ. അപ്പോ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കഥ എന്റെ മോളുടെ മനസ്സിനകത്തുണ്ട്. എപ്പോഴും ഓർക്കുകയും ചെയ്യണം. ഏതൊരമ്മയ്ക്കും തന്റെ കുഞ്ഞിനെ കുറിച്ച് എല്ലാവരും നല്ലത് പറഞ്ഞു കേൾക്കാനാണ് ഇഷ്ടം. തമ്പുരാട്ടിക്കുട്ടിയാണ് എന്നതൊക്കെ മറന്നേക്കൂ. മോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുട്ടിയാണ്. വിനയം കൈവിടരുത്. അതെന്നേക്കുമുള്ള സമ്പത്താണ്. മനസ്സിലായോ? നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയാലോ? കരുതിക്കൂട്ടി അമ്മ പറയുന്നത് ശ്രദ്ധിക്കാത്തതാണോ? നമുക്ക് പോകാം. ശരി. അമ്മേ, അമ്മേ, എന്താ മോളെ? അമ്മയ്ക്ക് വയ്യല്ലേ? മോക്ക് വിശക്കുന്നല്ലേ? അടുക്കളയിൽ ഒന്നും തന്നെ ഇല്ലല്ലോ മോളെ. ഇവിടെ അടുത്ത് കായ്കറികളോ കിഴങ്ങുകളോ പച്ചക്കറികളോ ഒന്നുമില്ല. നമ്മളോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞ തമ്പുരാട്ടിയില്ലേ, അവിടെ ചെന്ന് ചോദിച്ചാലോ? വേണ്ട മോളെ, പണിക്ക് പോകാതെ അവിടെ ചെന്ന് ചോദിക്കുന്നത് ശരിയല്ല. എന്റെ ദേവി, എന്റെ കുഞ്ഞിന് ഞാനിപ്പോ എന്താ കൊടുക്കുക? ഒന്നുമില്ലെങ്കിൽ വേണ്ടമ്മേ. ഞാൻ പുറത്തുപോയി ആ കിളികളേക്ക് നോക്കി നിൽക്കുമ്പോ വിശപ്പറിയില്ല.
മോളെ മോളെ ഇന്ന് ദേശമംഗലത്ത് അമ്മയുടെ നടയില് അന്നദാനം നടക്കുന്നുണ്ട്. നമുക്ക് പോയാലോ? അമ്മയല്ലേ പറഞ്ഞത് നമ്മൾ അമ്പലത്തിലൊന്നും കേറ്റില്ലെന്ന്? അമ്പലത്തിന്റെ അടുത്തേക്കൊന്നും പോകണ്ട, അല്പം ദൂരെ മാറി നിൽക്കാം. അമ്മേ, അമ്മയുടെ നടയിൽ അന്നദാനം നടക്കുമ്പോ ആരും വിശന്നിരിക്കാൻ പാടില്ലെന്നാണ്. നമ്മൾ വിശന്നിരിക്കുന്നത് കണ്ടാൽ ആരെങ്കിലും ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് തരും. ശരിക്കും പോവോ അമ്മേ നമ്മള്? പോകാം. അല്ലാതെ എന്റെ മോളുടെ വയറ് നിറയ്ക്കാൻ അമ്മയുടെ കയ്യിൽ വേറെ മാർഗമൊന്നുമില്ല. അവിടെ വേദക്കുട്ടി ഉണ്ടാവും അമ്മേ. വേദക്കുട്ടി നമ്മളെ കണ്ടാൽ എന്ത് വന്നാലും ഭക്ഷണം എടുത്തു തരും. പോകാം. പക്ഷെ ഒരു കാര്യം, അവിടെ ചെന്ന അമ്മ പറയുന്നത് കേട്ട് അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടിക്കളയരുത്. ശരി, എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ദേശമംഗലത്ത് അമ്മയുടെ അമ്പലം കാണാൻ. ശരിക്കും എനിക്കിപ്പോ വിശക്കുന്നേ ഇല്ല. ശരി, വാ. അമ്മയ്ക്കൊട്ടും വയ്യേ? ഏയ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പോവാം. വാ. അമ്പലത്തിൽ വേദക്കുട്ടി ഉണ്ടാവോ? അറിഞ്ഞൂടെ മോളെ? വേദക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തിനെന്നറിയോ? എന്താ? വേദക്കുട്ടി അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ എനിക്ക് കൊതിയാ അമ്പലത്തിന്റെ അകത്ത് കയറാനായിട്ട്. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിച്ചൂടാ. നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. ദേ, അവിടെ ചെല്ലുമ്പോ അമ്മ പറയുന്ന ഭാഗത്ത് നിൽക്കണം. അവിടെ നിന്ന് കുഞ്ഞിപ്പെണ്ണ് ഒരിടത്തും പോകാൻ പാടില്ല. അത് സമ്മതിക്കുമെങ്കിൽ മാത്രമേ ഞാൻ കൂടെ വരുള്ളൂ. ശരി, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ നിന്നോളാം. വാ. എങ്ങോട്ടാണ് അമ്മയും കുഞ്ഞിപ്പെണ്ണും? പറഞ്ഞില്ല എങ്ങോട്ടാണെന്ന്. ഞങ്ങള് ദേശമംഗലത്ത് അമ്മയുടെ അടുത്ത് പോവുകയാണ്. വയ്യാതായിപ്പോയി, പണിക്ക് പോയില്ല. കുടിയില് കുഞ്ഞിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. കഷ്ടമായി പോയല്ലോ. തൽക്കാലം ഒന്നും എടുത്തു തരാൻ എന്റെ കയ്യിലും ഒന്നുമില്ലല്ലോ. അമ്മ അന്ന് അത്ഭുതം കാണിച്ചതല്ലേ, ഒരു പിടി അരി കൊണ്ട്. എന്തത്ഭുതം? അന്നമ്മ കുടിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ കലത്തിൽ ചോറ് നിറഞ്ഞിരിക്കുന്നു. ആണോ? അത് നന്നായല്ലോ. അതെങ്ങനെയാണ്? നിങ്ങൾ പോകുന്നത് ദേശമംഗലത്ത് അമ്മയുടെ അടുത്തേക്കല്ലേ? അമ്മയുടെ മക്കളൊന്നും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് അമ്മ തീരുമാനിച്ചു. അതിന്റെ അത്ഭുതമാണ് കണ്ടത്. യോഗിനിയമ്മയ്ക്ക് അത്ഭുത ശക്തി ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ദേശമംഗലത്ത് അമ്മയുടെ അത്ഭുതം. പോകുന്നേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഭക്ഷണം കിട്ടുമെന്നറിയില്ല. ഞാൻ ഉറപ്പു പറയുന്നു, എന്തുദ്ദേശത്തോടെയാണോ നിങ്ങൾ ദേശമംഗലം നടയിലേക്ക് പോകുന്നത്, അത് നടന്നിരിക്കും. യോഗിനിയമ്മ പറഞ്ഞ ഉറപ്പായിട്ട് നടക്കും അമ്മേ. എന്നാൽ നടന്നോളൂ. വാ. അന്നദാനത്തിന്റെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തരുതെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തമ്പുരാന്റെ കൽപ്പനയാണ് അന്നദാനത്തിന്റെ കണക്കുകൾ നോക്കുകയേ ചെയ്യരുതെന്ന്. അളവറ്റു കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അതിന് കണക്കുകൾ വേണ്ട എന്നർത്ഥമില്ല. ക്ഷേത്രകാര്യങ്ങളെ കുറിച്ച് മുൻപ് ഞാൻ സൂചിപ്പിച്ചല്ലോ, അതെനിക്ക് നിർബന്ധമാണ്. തമ്പുരാൻ കൽപ്പിച്ചോരോ പദവികൾ തരുന്നതേ കൊട്ടാരക്കെട്ടിലുള്ളവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ്. അല്ലാതെ തന്നിഷ്ടം കാണിക്കാനല്ല. ജ്യേഷ്ഠൻ തമ്പുരാൻ കർക്കശമായ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അന്നദാനത്തിന് കണക്കുകൾ വേണ്ട എന്ന് ഉത്തരവ് കൊടുത്തിരുന്നു. അമ്മയുടെ തിരുനടയിൽ നടക്കുന്ന ചടങ്ങല്ലേ, അതിന് ദേശമംഗലത്തൊരു കണക്കുണ്ടോ? അന്നദാനത്തിനുള്ള അരിമണി എണ്ണണമെന്നല്ല
നാം പറഞ്ഞത്. നിയന്ത്രണമില്ലാതെ എല്ലാവരെയും ഇങ്ങനെ അഴിച്ചുവിട്ടാൽ ദേശമംഗലത്തിന്റെ ഖജനാവ് ശൂന്യമാകാൻ അധിക സമയമൊന്നും വേണ്ട. ഏട്ടൻ തമ്പുരാൻ അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട. ഹേയ്, എന്താ അവരവിടെ കാണിക്കുന്നത്? ഹേയ്, 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 സ്ത്രീയെ, ഇങ്ങോട്ട് വരിക. ഹേയ്, ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക. ഏട്ടൻ തമ്പുരാൻ എല്ലാവരെയും മുഷിപ്പിക്കുന്നുണ്ടല്ലേ? മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കേട്ടാലും തിരിഞ്ഞ് ശ്രീകോവിലിനകത്തേക്കൊന്ന് നോക്കിയാ മതി. ആ മുറിവ് അപ്പൊ തന്നെ ഉണങ്ങും. അമ്മേ വാ, നമുക്ക് അകത്തേക്ക് പോവാം. മോള് പറയുന്നത് കേൾക്ക്. നമുക്കിവിടെ നിന്നാ മതി. അകത്ത് പോയാൽ എന്താ? അമ്മ വാ. പറയുന്നത് കേൾക്ക് കുഞ്ഞി. മോൾക്ക് വിശക്കുന്നുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? അമ്മേ, ഇതാണ് ദേശമംഗലത്തമ്മയുടെ പൂജാരി, വേദക്കുട്ടിയുടെ അച്ഛൻ. മോളുടെ പേരെന്താ? കുഞ്ഞി. ഓ, ഇതാണോ കുഞ്ഞിയും മല്ലിയും? വേദക്കുട്ടി നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. തിരുമേനിയെ കുറിച്ച് ഞങ്ങളോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വേദക്കുട്ടിയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. ഓ, ഒരു കാര്യം ചെയ്യൂ, അമ്മയും മോളും ഇവിടെ എവിടെങ്കിലും ഇരിക്കൂ. ക്ഷേത്ര കാര്യക്കാരനകത്തുണ്ട്. അദ്ദേഹം ഒന്ന് പോയതിനു ശേഷം ഞാൻ അകത്തു നിന്ന് എടുത്തു തരാം. എത്ര പേർക്ക് കൊടുക്കുന്നുവോ അത്രയും പുണ്യം കിട്ടുമെന്ന. പക്ഷേ അങ്ങനെ ഒരു പുണ്യം ദേശമംഗല ക്ഷേത്രത്തിന് ആവശ്യമില്ലെങ്കിലോ? ഏതാ ഈ വെറ്റകള്? ഇവർക്ക് എന്താ ക്ഷേത്രത്തിനടുത്ത് കാര്യം? കുഞ്ഞിന് വിശക്കുന്നുവെന്ന്. എങ്കിൽ ക്ഷേത്ര നടയിൽ കൊണ്ട് എന്ന് ചോറൂണ് നടത്തുക. കണ്ടാൽ അറിയില്ലേ കുലവും ഗോത്രം ഏതാന്ന്? ദേശമംഗലത്തമ്മയെ പൂജിക്കുന്ന ഒരാൾ ഇത്രയും അടുത്ത് നിന്നത് തന്നെ തെറ്റ്. ആദ്യം അതിന് പോയി ശുദ്ധം ചെയ്യുക. തമ്പ്ര, കുടിയിലും പട്ടിണിയാണ്. മോൾക്ക് നല്ല വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കുറച്ച്. ഒരു വച്ചു തരില്ല. മര്യാദക്ക് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ അടിച്ചറക്കാനും നാം മടിക്കില്ല. തമ്പുരാൻ, ദേശമംഗലത്തമ്മയ്ക്കുള്ള പൂജ ശ്രീകോവിലിന്റെ അകത്ത് മതി. പുറത്തുള്ള കാര്യമൊക്കെ നാം തീരുമാനിച്ചോളാം. ഇവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനവും ഇല്ല, അന്നദാനത്തിൽ പങ്കുമില്ല. ഞങ്ങൾ പൊയ്ക്കോളാം. കണ്ടാ കുളിക്കേണ്ടവരെ പോലും തീണ്ടാൻ മടിയില്ലാത്ത കുറെ പേര്. നമുക്ക് പോകാം മോളെ. എനിക്ക് വിശക്കുന്നു അമ്മേ. യോഗരിയമ്മ പറഞ്ഞല്ലോ നമ്മള് പോകുന്ന കാര്യം നടക്കൂന്ന്. എന്നിട്ട് എന്താ നമുക്ക് ഭക്ഷണം കിട്ടാത്തത്? തമ്പുരാൻ പറഞ്ഞത് കേട്ടല്ലോ, നമ്മൾ ഇവിടെ ഒന്നും വരാൻ പാടില്ല. വേദക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭക്ഷണം എടുത്തു തന്നേനെ. മോള് വാ. ഞാൻ വരില്ല. ദേശമംഗലത്തമ്മയ്ക്ക് വലിയ ശക്തിയുണ്ടെന്നല്ലേ വേദക്കുട്ടി പറഞ്ഞിരിക്കുന്നേ. അപ്പൊ എന്റെ വിശപ്പ് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അമ്മ എനിക്ക് ഭക്ഷണം തരും, എന്നിട്ട് ഞാൻ പോരൂ. വാശി പിടിക്കാതെ മോളെ. തമ്പുരാൻ പോയി കഴിയുമ്പോ വേദക്കുട്ടിയുടെ അച്ഛൻ ഭക്ഷണം തരും. വാ, നമുക്കവിടെ ഇരിക്കാം. വാ. എവിടെ? ഇവിടെ ഇരിക്കെ. അമ്മേ, പായസത്തിന് മണമാണോ? അതെ, അമ്പലത്തിലേതാകും. അല്ലമ്മേ, മൂക്കിന്റെ തുമ്പത്ത് വന്ന പോലെ. ദേ അമ്മ നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ പായസത്തിന്റെ മണം. വേദക്കുട്ടിയുടെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും.
എന്നിട്ടെന്താ വേദക്കുട്ടിയുടെ അച്ഛൻ വിളിക്കാത്തത്? കാര്യക്കാരൻ തമ്പുരാൻ കാണാതെ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. മോള് വേഗം കഴിക്കും, എന്നിട്ട് ഉരുളി ഇവിടെ വെച്ചിട്ട് നമുക്ക് പോവാം. അസത്തുക്കള് പോകാൻ നാം പറഞ്ഞതല്ലേ, എന്നിട്ട് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നു അല്ലേ? ഇതാരാ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് തന്നത്? ആരാന്ന് മനസ്സിലായില്ല. ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ നിന്നും ഓട്ടുരുളിയും നിവേദ്യവും ആരും അറിയാതെ ഇവിടെ എത്തി. എന്നാൽ അത് നമുക്കൊന്ന് അറിയണമല്ലോ. ഇരുമേനേ, എന്താണാവോ? ഇവർക്ക് ആഹാരം വിളമ്പേണ്ട കാര്യമില്ലെന്ന് നാം കൽപ്പിച്ചതല്ലേ? അത് മറികടന്നു അല്ലേ? ഇല്ല തമ്പുരാൻ. ഈ ഇരിക്കുന്നത് ഇടപ്പള്ളിയിലിരുന്ന ഓട്ടുരുളിയല്ലേ? അതെങ്ങനെ ഇവിടെ എത്തി? അറിയില്ല, ഞാനെടുത്തു കൊടുത്തില്ല. എങ്കിലതൊന്ന് അറിയണമല്ലോ. ക്ഷേത്ര കാര്യക്കാരനായ നമ്മുടെ ഉത്തരവുകൾക്ക് വിലയില്ലെങ്കിൽ അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം. കഴകക്കാരെ വിളിക്ക്. ഇടപ്പള്ളിയിലെ ഓട്ടുരുളി ശ്രീകോവിലിന് മുമ്പിൽ സമർപ്പിക്കേണ്ടതാണ്. നീയും നിന്റെ കുഞ്ഞു അതിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എവിടെ? അവിടെ. കഴകക്കാരിൽ ആരാണ് ഇവർക്ക് ഈ ഓട്ടുരുളിയിൽ നിവേദ്യം കൊടുത്തത്? ഇല്ല തമ്പുരാൻ, ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഉറപ്പായിട്ടും ഞങ്ങളല്ല തമ്പുരാൻ. അപ്പൊ പിന്നെ സംശയം വേണ്ട, ഇവർ ക്ഷേത്രത്തിനകത്ത് അതിക്രമിച്ച് കടന്നിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഓട്ടുരുളി മോഷ്ടിച്ചിരിക്കുന്നു. ക്ഷേത്രം അശുദ്ധമാക്കിയിരിക്കുന്നു. ഇല്ല തമ്പുരാനെ, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. കള്ളം പറയുന്നു. അമ്മേ! അമ്മേ!